അശമന്നൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു ഞാറ്റുവേല ചന്തയും കർഷക സഭയും. പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി വിത്തുകൾ കൈമാറി. ഹരിതാഭമായ നാട്, കൃഷിയുടെ സമൃദ്ധി, കർഷക സൗഹൃദ ഗ്രാമം എന്നീ ആശയങ്ങൾ ലക്ഷ്യമാക്കി അശമന്നൂർ പഞ്ചായത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അശമന്നൂർ ഗ്രാമപഞ്ചായത്തും അശമന്നൂർ കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല ചന്തയാണ് ഇന്ന് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, കാലാവസ്ഥ വലിയ ഒരു വ്യതിയാനം ഇപ്പോഴുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യമൊക്കെ ഈ സമയത്തെ കോരിച്ചെറിയുന്ന ഒരു മഴയാണ്. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ദിവസങ്ങളാണ് ഞാറ്റുവേല ചന്ത. പണ്ട് കർഷകർ അവരുടെ കൃഷി ഇറക്കുന്ന ഒരു സമയം, മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും അതുപോലെ തന്നെ നാട്ടിൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് ഞാറ്റുവേല. ആ ഞാറ്റുവേല അശമന്നൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഏറ്റവും മികച്ച രീതിയിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫലവൃക്ഷ തൈകളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വില കുറച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നു. ഈ കർഷകരുടെ ഒരു ഒത്തുചേർമ, ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന് വലിയ രീതിയിലൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് അഭിവാദ്യം ചെയ്യുന്നു. കൃഷി ഓഫീസർ ബാബു ഹസൻ ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓടക്കാലി, ബ്ലോക്ക് അംഗം KP വർഗീസ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീത സുഗു, സ്ഥിരം സമിതി അധ്യക്ഷരായ സനോഷ് മത്തായി, നിഷി ജബ്ബാർ, ബിന്ദു ബെസി, വാർഡംഗങ്ങളായ അമ്പിളി രാജൻ, ജോഷി പോൾ, അർച്ചന സഹദേവൻ, MA തങ്കപ്പൻ, അജീന നിസാർ, എൽദോ വർഗീസ്, പ്രഫ KN, അനിത ജയൻ, ഹരികൃഷ്ണൻ, ജസ്ന അഷറഫ്, കാർഷിക വികസന സമിതി അംഗങ്ങളായ വർഗീസ് TI, രാജീവ് AN, കൃഷി അസിസ്റ്റന്റ് ശോഭന TP തുടങ്ങിയവർ പങ്കെടുത്തു. കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷിക്കേണ്ട വിധവും ഉപയോഗവും എന്ന വിഷയത്തിൽ SBI മാനേജർ V പ്രവീൺ ക്ലാസ് നയിച്ചു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ചർച്ചയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.